ഹായ് ഓൾ, വെൽക്കം ടു അമേസ് അക്കാഡമി. കുറെ കാലമായിട്ട് നമ്മൾ അന്വേഷിക്കുകയാണ് RRB JEE എപ്പോൾ വരും, എന്നായിരിക്കും അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നൊക്കെ. നമ്മൾ കുറെ കാലമായിട്ട് അല്ലെ, 1-2 കൊല്ലത്തിലധികമായിട്ട് നമ്മൾ അന്വേഷിക്കുകയാണ്. ഒഫീഷ്യലി RRB JEE നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ സെഷനിൽ വന്നത്. ആദ്യമായിട്ട് എടുത്തു പറയട്ടെ, അപ്ലിക്കേഷൻ ഡേറ്റ് പറയുന്നത് 30/7/2024 മുതൽ 29/8/2024 വരെയാണ് അപ്ലിക്കേഷൻ ഡേറ്റ് ഉള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. 30-ാം തീയതി മുതൽ തന്നെ എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ അല്ലെ? എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ അവർ അതിനു വേണ്ടിയും വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡേറ്റ്സ് ആർ 30/8/2024, 8/9/2024 ആണ്. ഒട്ടും വൈകണ്ട, ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ എല്ലാവരും നോക്കി കാണുന്ന വേക്കൻസിയാണ് JEE ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് മെൻഷൻ ചെയ്തിട്ടുള്ള വേക്കൻസി 7934 ആണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി ആണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. 35,400 രൂപയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഏജ് അവർ ആവശ്യപ്പെടുന്നത് 18 മുതൽ 36 വയസ്സാണ്. ഒട്ടും വൈകണ്ട, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇന്ന് തന്നെ 30-ാം തീയതി തുടങ്ങുന്ന അന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ? ഇതിനെക്കുറിച്ച് ഫർദർ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആദ്യമേ അറിഞ്ഞിരിക്കുക. ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ക്വാളിഫൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി മാത്രമേ അവസാനം സെലക്ഷൻ ഉണ്ടാവുകയുള്ളൂ. സോ നിങ്ങൾ എൻഷുർ ചെയ്യുക നിങ്ങൾക്ക് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഈ പറയുന്ന അവർ ആവശ്യപ്പെടുന്ന സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ അല്ലെ? പേജ് 5 വളരെ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം 6/9 വിഷൻസ് ആണ്. അവർ എല്ലാ കാറ്റഗറിയിലും പറയുന്നുണ്ട്. A3, B1, B2, C1 കാറ്റഗറിയിലെല്ലാം 6/9 വിഷൻ നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. ഈ ഡാറ്റയിലൂടെ കടന്നു പോവുക. ഇത്തരത്തിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം തീവ്രമായിട്ട് പഠനം ആരംഭിക്കുക. ഓക്കെ അല്ലെ? ഏജ് റിലാക്സേഷൻ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 18 മുതൽ 36 വയസ്സാണ്. റിലാക്സേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC NCL കാറ്റഗറി കാൻഡിഡേറ്റ്സിന് 3 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 250 രൂപയാണ് SC/ST കാൻഡിഡേറ്റ്സിന്, 500 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫീസ്. വളരെ തുച്ഛമായ ഫീസിൽ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് RRB JEE പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്നാലും നിങ്ങളിലേക്ക് 1-2 കാര്യങ്ങൾ പറയട്ടെ. 2 സ്റ്റേജസിലായിട്ടാണ് എക്സാം നടക്കുന്നത്. CBT 1 ആൻഡ് CBT 2 ആണ്. ആദ്യം നമുക്ക് CBT 1ന്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഇവിടെ ആവശ്യപ്പെടുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? മാത്തമാറ്റിക്സ് ആണ്, 30 മാർക്കിന് ചോദിക്കും. ദെൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്, 25 മാർക്കിന് ചോദിക്കും. ജനറൽ അവയർനെസ് 15 മാർക്കിനാണ് ചോദിക്കുന്നത്. ആൻഡ് ജനറൽ സയൻസ് 30 മാർക്കിന് ചോദിക്കും. അതായത് ടോട്ടൽ 100 മാർക്കിന്റെ CBT 1 എക്സാം. ആൻഡ് നമുക്ക് അലൗട്ട് ചെയ്യുന്ന സമയം 90 മിനിറ്റ് ആണ്. ഒരു കാര്യം എടുത്തു പറയട്ടെ, CBT 1ന്റെ മാർക്ക് ഫർദർ അങ്ങോട്ടുള്ള പ്രോസസ്സുകളിൽ വാല്യൂ ചെയ്യപ്പെടുന്നതല്ല, വെയിറ്റേജ് ഉണ്ടാവുന്നതായിരിക്കില്ല. CBT 1 എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷന് ഒന്ന് ക്വാളിഫൈ ആവാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. അതിന്റെ മാർക്ക് പിന്നീട് അങ്ങോട്ട് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടില്ല. ഓക്കെ അല്ലെ? ഇത് കഴിഞ്ഞ് സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സായ ആളുകൾക്ക് CBT 2 എക്സാം ആണ്. നമുക്കറിയാം CBT 1 കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തുണ്ടാവാറുണ്ട്, CBT 2 എക്സാംസ് ഉണ്ടാവാറുണ്ട്. CBT 2-ലെ അവർ ആവശ്യപ്പെടുന്ന കണ്ടന്റുകൾ ഏതൊക്കെയാന്ന് നോക്കിയാൽ, നേരത്തെ ഉള്ളതിലും കോമൺ സബ്ജക്റ്റുകൾ ഇവിടെയുണ്ട്. ജനറൽ അവയർനെസ് 15 മാർക്കിന് ചോദിക്കും. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 മാർക്കിന് ചോദിക്കും. ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ 10 മാർക്ക്. ബേസിക് എൻവിറോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്ക്. ആൻഡ് നമ്മളുടെ ഓരോരുത്തരുടെയും കോർ സബ്ജക്ട്, കോർ എഞ്ചിനീയറിംഗ്, അതായത് ടെക്നിക്കൽ എബിലിറ്റീസ്, സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ സിവിൽ എത്ര മാർക്കിന് ചോദിക്കും? 100 മാർക്കിന് ചോദിക്കും. അതായത് ടോട്ടൽ മാർക്ക് 150 മാർക്കാണ്. ആൻഡ് അവർ അലോട്ട് ചെയ്യുന്ന സമയം 120 മിനിറ്റ് ആണ്. ഒരു കാര്യം എടുത്തു പറയണം, എല്ലാവരും കൺ തുറന്നു നോക്കുക. വെർച്വൽ കാൽക്കുലേറ്റർ വിൽ ബി മെയ്ഡ് അവൈലബിൾ ഓൺ ദ കമ്പ്യൂട്ടർ മോണിറ്റർ ഡ്യൂറിംഗ് സെക്കൻഡ് സ്റ്റേജ് CBT ആണ്. ഇത്തവണത്തെ പ്രത്യേകത അത് തന്നെയാണ്. വെർച്വൽ കാൽക്കുലേറ്റർ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു എന്ന ഡീറ്റെയിൽ നമ്മൾ കാണുമ്പോൾ അതിനർത്ഥം അത്യാവശ്യം കാര്യങ്ങൾ നല്ലപോലെ പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും. അതായത് ന്യൂമറിക്കൽ സെഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇൻഡിക്കേഷൻ. ശ്രദ്ധിക്കുക, വെർച്വൽ കാൽക്കുലേറ്റർ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ അല്ലെ? സോ ഇതാണ് എക്സാമിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. CBT 1 ആൻഡ് CBT 2 ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ സിലബസ് നമ്മൾ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും വിട്ടിട്ടില്ല. ഓക്കെ അല്ലെ? ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തറോ ആയിട്ട് പഠിക്കുക.
ഒരുപാട് പോർഷൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കിയേ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് ആദ്യം ആവശ്യപ്പെടുന്നത്. ദെൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ നമ്മൾ സാധാരണഗതിയിൽ പഠിക്കുന്ന എല്ലാ പോർഷൻസും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽ ഉണ്ട്, കൺസ്ട്രക്ഷൻ ഓഫ് സബ്സ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ ഓഫ് സൂപ്പർ സ്ട്രക്ചർ, ബിൽഡിംഗ് ഫിനിഷസ്, ബിൽഡിംഗ് മെയിൻ്റെനൻസ് ആൻഡ് ഇത്രയും പോർഷൻസ് ഏതാണ്? നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അവര്. എല്ലാത്തിലൂടെയും കണ്ണോടിച്ചു പോവുക. ഒരു കാരണവശാലും ഈ പറയുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽ ഒഴിവാക്കരുത്. കാരണം നമുക്ക് തിയററ്റിക്കൽ ക്വസ്റ്റൻസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഈ പറയുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ പറയുന്നത് ബിൽഡിംഗ് ഡ്രോയിങ്സ് ആണ്. യെസ്, കോൺക്രീറ്റ് ടെക്നോളജി വലിയ കാര്യങ്ങൾ തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സർവേയിങ്ങിലെ എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. മോഡേൺ സർവേയും ഏരിയൽ സർവേയും റിമോട്ട് സെൻസിങ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിലബസിൽ. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, CAD കൂടി നമ്മൾ പഠിക്കേണ്ട അവസ്ഥയാണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ഹൈഡ്രോളിക്സ്, ഇറിഗേഷൻ, മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ്, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, യെസ് കഴിഞ്ഞില്ല, ഹൈവേ എഞ്ചിനീയറിംഗ്, എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ്, അഡ്വാൻസ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ്, എക്യുപ്മെന്റ്സ്, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, യെസ് കോൺട്രാക്ട് ആൻഡ് അക്കൗണ്ട്സ്. എല്ലാം സിവിലിൽ നമ്മൾ 4 കൊല്ലം പഠിക്കുന്ന, എനിക്ക് തോന്നുന്നു എല്ലാം ഈ പറയുന്ന RRB JEE സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഇതിനെ കൂടി ചേർത്ത് പറയട്ടെ, വെർച്വൽ കാൽക്കുലേറ്ററും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷന്റെ ലെവൽ എങ്ങനെയായിരിക്കണം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. SSC JEE സെക്കൻഡ് ടാരിൽ നടക്കുന്ന അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂമറിക്കൽ എന്തായാലും ഉണ്ടാവും. നല്ല കൺസെപ്റ്റ് അറിയാവുന്ന, ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല കൺസെപ്റ്റ് അറിയാവുന്ന, ന്യൂമറിക്കൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരു സംശയവും വേണ്ട, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. അമേസ് അക്കാഡമിയുടെ CBT 1 വേണ്ടിയുള്ള നോൺ ടെക്നിക്കൽ കോഴ്സസ് ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കമ്പൈൻഡ് കോഴ്സസും പർച്ചേസ് ചെയ്യാം. CBT 1 ആൻഡ് CBT 2 കമ്പൈൻഡ് കോഴ്സസും അമേസ് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. വരാനിരിക്കുന്ന ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് മുതൽ നിങ്ങളിലേക്ക് ഷെഡ്യൂൾ എത്തിച്ചുകൊണ്ട് എല്ലാ വീക്കിലും നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഈ പറയുന്ന RRB JEE അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 30/7/2024 മൊത്തം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 7,934. ഇത്രയും വേക്കൻസികളിൽ 3000-ലധികം വേക്കൻസിയും സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. അത് തന്നെയാണ് അട്രാക്റ്റീവ് പോയിന്റും. നമ്മുടെ പ്രിപ്പറേഷൻ ശക്തമായി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇത് തന്നെയാണ് അതിന്റെ കറക്റ്റ് സമയവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ വന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ അമേസ് അക്കാഡമിയായിട്ട് കോൺടാക്ട് ചെയ്യാം. പഠിക്കാം അമേസിംഗ് ആയി. Amaze Academy. Call 8281741894.